ഇന്ന് പക്ഷേ ഈ പറയുന്ന ഒത്തുതീർപ്പുകൾ പല കാര്യങ്ങളിലും ഒത്തുതീർപ്പുകൾ വേണ്ടി വരുന്നു. അതായത് അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരം ആവശ്യം തന്നെയാണ്. പക്ഷേ അധികാരം എങ്ങനെയും നിലനിർത്തിയേ മതിയാവൂ എന്നതിലേക്ക് CPIM എത്തി എന്നൊരു വിമർശനമുണ്ട്. അതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് CPIM എന്ന് പറയുന്നത് CPIM-ന് ഉള്ളിലെ ഉൾപാർട്ടി ജനാധിപത്യം ദുർബലപ്പെടുകയും പാർട്ടി ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്നതാണ് പൊതുവെ പറയപ്പെടുന്ന രാഷ്ട്രീയ വിമർശകർ ഉയർത്തുന്ന വിമർശനം. ഇതിനോട് എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു പരിധിവരെ അംഗീകരിക്കാതെ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഈ തുടർ ഭരണത്തിൻ്റെ 2021 ഭരണത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ മുമ്പായിരുന്നെങ്കിൽ റിയാസ് എന്ന് പറയുന്ന ഒരു ഘടകം മന്ത്രിയായിട്ട് ഈ സർക്കാരിൽ തന്നെ വരാൻ അസംഭവ്യമെന്ന് പറയാൻ കഴിയും. വേറെ കൂടുതൽ ഉദാഹരണമൊന്നും വേണ്ട. മുമ്പായിരുന്നെങ്കിൽ. പക്ഷെ ഇത്തവണ അത് സംഭവിച്ചതിൻ്റെ കാരണം ഈ തുടർഭരണത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും അതിനെ ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. ആ ക്യാപ്റ്റൻ ഉള്ളതാണ് എന്നുള്ളതിൻ്റെ ആനുകൂല്യം അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ആവശ്യപ്പെട്ടെങ്കിൽ അതിനെ നിഷേധിക്കാനോ എതിർക്കാനോ ആർക്കും കഴിയില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചുറ്റുപാടായി ഉരുത്തിരിഞ്ഞത്. അത് ശരിയാണോ, അതിനകത്ത് ശരികേടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പരിധിവരെ ശരികേടുണ്ട്. കാരണം EMSൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന അല്ല EMS ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയ സംഭവത്തിൽ ബന്ധുമിത്രാദികളെ കഴിയുന്നതും അപ്പോൾ പിന്നെ എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഒരു ചോദ്യം ഉണ്ടാകുന്നതുകൊണ്ട് അത് പാടില്ല എന്ന് പറയും. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ ഈ പലരും ആരോപിക്കുന്ന പോലെ ഒരു വാത്സല്യം അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനം പറയുന്നത് മരുമോനിസം എന്ന് പറയുന്നത്. ആ വിമർശനത്തിന് ഇട ഉണ്ടാക്കരുതായിരുന്നു എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും അത് പക്ഷേ സംഭവിച്ചു. ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 തവണ MLA-മാരായവർക്ക് ടിക്കറ്റ് നിഷേധിക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം LDF-ന് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം താരതമ്യേന പരിചയസമ്പന്നരായ എല്ലാവരെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പുതുമുഖങ്ങൾ മാത്രം അടങ്ങിയ ഒരു മന്ത്രിസഭ രൂപവൽക്കരിക്കുകയും ചെയ്തു. പുതിയ ആൾക്കാർക്ക് അവസരം നൽകണം, പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും ഇതൊക്കെ വേണം. പക്ഷേ പുതിയ ആൾക്കാർ മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന പല ബാലാരിഷ്ടതകളും അത് വളരെ പ്രകടമായി തന്നെ ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെയും ഈ പറയുന്ന ഫേവറേറ്റിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ നെപ്പോട്ടിസം എന്ന് പറയുന്ന നമ്മുടെ ഇതിൽ ഒരു ഇടതുപക്ഷ കക്ഷിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കക്ഷികളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദൗർബല്യം ഉണ്ടായി. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ഘട്ടത്തിലും ഒരു ഘടകത്തിലും പിന്നെ ആളുകളില്ലാതായി എന്നത് CPIM-നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദൗർബല്യം. നിലവിൽ അത് ശക്തിയായിട്ട് തോന്നാമെങ്കിലും ഒരു ശക്തനായ നേതാവിന് കീഴിൽ ഒറ്റക്കെട്ടായ പാർട്ടി എന്നുള്ളത് ഒരു ശക്തിയായിട്ട് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു ഒറ്റക്കെട്ടായ ഒരു പാർട്ടിക്ക് ഒരാഘാതം ഉണ്ടായാൽ പൂർണ്ണമായും തകരും. അതേസമയം പല ലെയറായിട്ട് നിൽക്കുന്ന പല തലത്തിലുള്ള നേതൃത്വങ്ങളുള്ള ഒരു പാർട്ടിക്ക് അത്ര പെട്ടെന്ന് തകർച്ച ഉണ്ടാവില്ല. ഈ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചത് CPIM-നെ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുകയല്ല ചെയ്തു. ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ ദുർബലപ്പെടുത്തിയതിനൊപ്പം എന്താണെങ്കിലും ഒരു അധികാര രാഷ്ട്രീയത്തിൽ എപ്പോഴും പാർട്ടികൾ ലക്ഷ്യമിടുന്നത് ഭരണം, എങ്ങനെ അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു ഒരു 60% മേൽ പിണറായി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വഴിവിട്ട് പോകുന്ന സമയത്ത് ഈ
അതിനെ എതിർക്കേണ്ട ശബ്ദങ്ങൾ ഫീബിൾ വോയിസ് ആയിട്ട് മാറുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അത് നല്ലതോ ചീത്തയോ എന്ന് ചോദിച്ചാൽ അതത്ര നല്ലതല്ല എന്ന് പറയേണ്ടി വരും.